സബ് ഇൻസ്പെക്ടർ ട്രെയിനി തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ആദ്യഘട്ടം ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഭാഗമായി നടക്കും. മെയ് 11-നാണ് പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ടം. പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള പരീക്ഷ ജൂൺ മാസത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ നിയമ നടപടി നിയമം എന്ന ഭാഗം പരിശോധിക്കാം. ഒരു കോടതിക്ക് ക്രിമിനൽ നിയമ നടപടി ചട്ടപ്രകാരം ശിക്ഷിക്കപ്പെട്ട പ്രതിയിൽ നിന്നും സ്ഥിരം കുറ്റവാളികളിൽ നിന്നും സംശയമുള്ള ആളുകളിൽ നിന്നും ബോണ്ട് നൽകാൻ ആവശ്യപ്പെടാൻ കഴിയുന്നതാണ്. ഇതിനെക്കുറിച്ച് പറയാം. 105-ാം വകുപ്പ് പ്രകാരം ഒരു സെഷൻസ് കോടതിയോ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയോ ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ കോടതിയുടെ അഭിപ്രായ പ്രകാരം സമാധാനം നിലനിർത്തുന്നതിനു വേണ്ടി ശിക്ഷ വിധിക്കുന്ന സമയത്ത് ജാമ്യക്കാർ മുഖാന്തരമോ അല്ലാതെയോ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഇത് 3 വർഷത്തിൽ കൂടുതൽ കാലത്തേക്കാകരുത്. നിയമവിരുദ്ധമായ സംഘം ചേരൽ, മിസ്ചീഫ്, സമാധാനം തകർക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ പൊതുസമാധാനം തകർക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെട്ടവരോട് ഇങ്ങനെ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പീൽ കോടതി കീഴ്ക്കോടതിയുടെ ശിക്ഷാവധി മാറ്റിവെച്ചാൽ ബോണ്ട് നിലനിൽക്കുന്നതല്ല. ഈ വകുപ്പ് അനുസരിച്ചുള്ള ഒരു ഓർഡർ അപ്പീൽ കോടതിക്കോ അല്ലെങ്കിൽ കേസ് റിവിഷൻ ചെയ്യാൻ അധികാരമുള്ള കോടതിക്കോ പുറപ്പെടുവിപ്പിക്കാവുന്നതാണ്. 108-ാം വകുപ്പ് രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരിൽ നിന്ന് സെക്യൂരിറ്റി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് വാങ്ങുന്നതിനെ പറ്റി വിശദീകരിക്കുന്നു. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അയാളുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് ഒരാൾ വാക്കുകൾ കൊണ്ടോ എഴുത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ മനഃപൂർവ്വം രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുകയോ ആയതിന് ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ആവശ്യമെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം മജിസ്ട്രേറ്റിന് ബോണ്ട് ജാമ്യക്കാരിലൂടെയോ അല്ലാതെയോ എക്സിക്യൂട്ടീവ് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഇത് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് ഉചിതമെന്ന് തോന്നുന്ന കാലത്തേക്കോ കാലാവധി നിശ്ചയിക്കാവുന്നതാണ്. രാജ്യദ്രോഹം ജാതി, മതം, ഭാഷ, ജനനസ്ഥലം, താമസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംഘങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക, രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കൽ, മതവിശ്വാസത്തെയും മതത്തെയും അവഹേളിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ, ഒരു ജഡ്ജിന്റെ പ്രവർത്തികളെയോ അല്ലെങ്കിൽ അയാൾ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തികളെയോ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അശ്ലീലം കലർന്ന വസ്തുക്കൾ അഥവാ സാഹിത്യം ഉണ്ടാക്കുക, പ്രസിദ്ധീകരിക്കുക, വിൽക്കാൻ സൂക്ഷിക്കുക, ഇറക്കുമതി, കയറ്റുമതി എന്നിവയ്ക്ക് വാടക നൽകുക, വിതരണം ചെയ്യുക, പൊതുവായി പ്രദർശിപ്പിക്കുക, ഏതെങ്കിലും രീതിയിൽ പ്രചരിപ്പിക്കുക എന്നിവ ഈ വകുപ്പിന് അനുസരിച്ച് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഉത്തരവിടാൻ കഴിയുന്നതാണ്. ഇത്തരം വസ്തുക്കൾ നിയമവിധേയമായിട്ടാണ് എഡിറ്റ്, പ്രിന്റ്, പ്രസിദ്ധീകരണം എന്നിവ നടത്തുന്നതെങ്കിൽ അതിന്റെ എഡിറ്റർ, പ്രൊപ്പറൈറ്റർ, പ്രിന്റർ, പബ്ലിഷർ എന്നിവർക്കെതിരെ ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കാൻ പാടില്ല. 109-ാം വകുപ്പ് പ്രകാരം ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അയാളുടെ അധികാര പരിധിക്കുള്ളിലുള്ള സ്ഥലത്ത് വെച്ച് ഒരു വ്യക്തി അയാളുടെ സാന്നിധ്യം മറയ്ക്കാൻ ശ്രമിക്കുന്നതായും ആയത് അയാൾ ഒരു കോഗ്നിസിബിൾ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണെന്നും വിവരം ലഭിച്ചാൽ അത്തരം വ്യക്തിയോട് ജാമ്യക്കാരിലൂടെയോ അല്ലാതെയോ 1 വർഷത്തിൽ കൂടാത്ത സമയത്തേക്കോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് ഉചിതമെന്ന് തോന്നുന്ന കാലത്തേക്കോ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. 110-ാം വകുപ്പ് സ്ഥിരം കുറ്റവാളികളിൽ നിന്ന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ഒരു സ്ഥിരം കവർച്ചക്കാരനോ വീട് കൊള്ളയടിക്കുന്നവരോ മോഷ്ടാവോ കളവ് മുതൽ സ്ഥിരമായി അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നവരോ ആയത് മറച്ചുവെക്കാൻ സഹായിക്കുന്നവരോ ഇത്തരം ആൾക്കാരെ സ്ഥിരമായി സംരക്ഷിക്കുന്നവരോ സ്ഥിരമായി തട്ടിക്കൊണ്ടുപോകൽ, കടത്തിക്കൊണ്ടുപോകൽ, വഞ്ചന, എക്സ്റ്റോർഷൻ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരോ ആയതിന് ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവരോ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവരോ ആയതിന് പ്രേരിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, കസ്റ്റംസ് ആക്ട്, ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കൽ എക്സെട്ര തുടങ്ങിയവ നിലവിലുള്ള നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടാവുന്നതും പൊതുവായി ശല്യമുണ്ടാക്കുന്നതും പൊതുജനത്തിന് അപകടമുണ്ടാക്കുന്നതുമായ ഏതൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളിനോട് മതിയായ ജാമ്യക്കാർ മുഖേന 3 വർഷത്തിൽ കവിയാത്ത സമയം വരെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്.